Once again, welcome back to KCS Open University. KCS Open Universityയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 20-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അഡ്മിഷൻ ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക? ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്മിഷന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MCOM, BCOM, BBA ഈ 3 കോഴ്സിനും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻറ്റയർ സപ്പോർട്ട് ഫോർ അസൈൻമെന്റ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സപ്പോർട്ടും അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് ഓൺലൈൻ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വെബ്സൈറ്റിൽ ഇവിടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് സർവകലാശാല ഈ വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രമേ ഫീസ് സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാർ നൽകുന്ന ഫീസ് ആനുകൂല്യങ്ങളല്ലാതെ മറ്റൊരു വിധ സാമ്പത്തിക വാഗ്ദാനങ്ങളിലും വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംശയങ്ങൾക്ക് അഡ്മിഷൻ കേന്ദ്രത്തിലോ സർവകലാശാലയിലോ നേരിട്ട് ഫോൺ, ഇമെയിൽ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. കാൻഡിഡേറ്റ്സ് സീക്കിംഗ്, കണ്ടോ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ, കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ക്യാൻ അപ്ലൈ ഓൺലൈൻ ഓൺലി. ഓൺലൈൻ മാത്രമേ പറ്റുള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെസിലിറ്റി ഫോർ അഡ്മിഷൻ ഈസ് പ്രൊവൈഡഡ് ത്രൂ ദി അഡ്മിഷൻ പോർട്ടൽ ഓഫ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.sgou.ac.in or erp.sgou.ac.in. The stepwise instruction assisting the applicants to do online submission are made available in the website and admission portal of the university. അതിലുണ്ട്. Then fee and mode of remittance. Applicants have to remit fees as stipulated for each program through online mode only, without which they cannot complete the submission of application. The university, അപ്പോൾ ഓൺലൈനായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. The university does not collect fee in any other mode. മറ്റൊരു രീതിയിലും കളക്ട് ചെയ്യുന്നില്ല other than the official admission portal. Each candidate shall remit the fees online through the link provided at the admission portal. അഡ്മിഷൻ പോർട്ടലാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്. 20-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക? അതിൻ്റെ എൻറ്റയർ സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കത് ചെയ്യാൻ സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ സപ്പോർട്ട് നൽകുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ സ്റ്റെപ്പിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അക്കാഡമിക് പോർട്ടലിലോട്ട് പോകണം. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ പോർട്ടലിലോട്ട് പോകണം. അതിനുശേഷം നമുക്കൊരു 12 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഇതാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ പുതിയ ആപ്ലിക്കൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ആണ് വേണ്ടത്. നിങ്ങളുടെ പേരും മെയിൽ ID ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ നടത്തുക. അതിനുശേഷം ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ആ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സൊക്കെ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യലാണ് ഫസ്റ്റ് പരിപാടി. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആഡ് ചെയ്യണമൊക്കെ ഉണ്ടോ, അതൊക്കെ അഡ്രസ്സ്. ദെൻ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ കണ്ടോ. ആദ്യം പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പിന്നെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതിൽ 10th കഴിഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു പറഞ്ഞിട്ടുള്ള
ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ദെൻ അതാണ് നെക്സ്റ്റ് പരിപാടി. കണ്ടോ, ഇയർ ഓഫ് പാസിങ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത്യാവശ്യം പണിയുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അത്യാവശ്യം നല്ല പണികളുണ്ട്. കേട്ടോ, ഫോട്ടോ, സിഗ്നേച്ചർ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. എവറിത്തിങ് ഓൺലൈനാണ്. വെരിഫിക്കേഷൻ കാൻഡിഡേറ്റ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഏത് പ്രോഗ്രാമാണ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്ലൈ ഫോർ എ പ്രോഗ്രാം. ഈ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഫീസ് എമൗണ്ട് നോക്കിയതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ, കണ്ടോ, ഫീസ് നമുക്ക് പേ ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട്. അതിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനലി അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനെ ഇത്ര അത്യാവശ്യം എന്തുണ്ട്, പേയ്മെൻറ്റ് കൺഫേം ആക്കുക. ഓൺലൈനായിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് വരാം. സോ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വേറെ ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഏത് സെൻറ്റർ ആണെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ട് തന്നെ ലേണിംഗ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട് ഇത് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം സ്റ്റേജസിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ ആയിട്ടുണ്ടോ. ഒന്നും ആയിട്ടില്ല. ഈ മാസം അവസാനമാണ് വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അതർവൈസ് നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരിക്കും, ഓപ്ഷനുള്ള വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ കാലിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം ജൂലൈ 1 ഇതിന് ജോയിൻ ചെയ്താൽ മതി. ഇനി ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഓരോ പ്രോഗ്രാംസിൻ്റെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്മിഷൻ എങ്ങനെ എടുക്കാം, അതിൻ്റെ സ്റ്റേജസ് യൂഷ്വലി ചെയ്യുന്ന അതേ സ്റ്റേജസ് തന്നെയാണ് ഓൺലൈനായിട്ട്. ഇപ്പോൾ CA CMA ഇതിനൊക്കെ ജോയിൻ ചെയ്യുമ്പോഴുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ സ്റ്റേജസ് കാര്യങ്ങൾ തന്നെയാണ്. അത്യാവശ്യമുണ്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ വെറുതെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതാണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അഡ്മിഷൻ എടുത്ത് നൽകുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു BCom BBA MCom ഈ 3 കോഴ്സിനും ഓൺലൈനായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.